സപ്ലിമെന്റ്സ് എല്ലാം തന്നെ അപകടകാരികളാണോ? അല്ല. വൈറ്റമിൻസ്, പ്രോട്ടീൻ പൗഡർ, ഒമേഗ 3, പ്രോബയോട്ടിക്സ് ഇവയെല്ലാം ആവശ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഗുണം തന്നെയാണ്. അനീമിയയ്ക്ക് അയൺ സപ്ലിമെന്റ് ഉപയോഗിക്കാറുണ്ട്. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അതും നമ്മൾ സപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ശരീരത്തിന് ഗുണമാണ്. പക്ഷെ എപ്പോഴാണ് ഇത് ദോഷകരമായി മാറുന്നത്? ആവശ്യമില്ലാതെ സപ്ലിമെന്റ്സ് വലിച്ചു വാരി കഴിക്കുന്നത്, മരുന്ന് പോലെ സപ്ലിമെന്റ്സ് കഴിക്കുന്നത്, ഒരു ഡോക്ടറിന്റെ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിന്റെ കൺസൾട്ടേഷൻ ഇല്ലാതെ സപ്ലിമെന്റ്സ് എടുക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. മാത്രമല്ല, ഓവറായി സപ്ലിമെന്റ് ചെയ്താലും നമ്മുടെ ബോഡിക്ക് അത് സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും. ഉദാഹരണത്തിന് വൈറ്റമിൻ എ നമ്മൾ ഓവറായി സപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കരളിനെ ബാധിക്കും. അതുപോലെ തന്നെ അയൺ നമ്മൾ ഓവർ സപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡൈജഷൻ, കോൺസ്റ്റിപ്പേഷൻ മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സപ്ലിമെന്റ്സ് ഒരിക്കലും നമ്മുടെ ഫുഡിന് പകരമാകുന്നില്ല. അത് നമ്മളുടെ പോഷകങ്ങളുടെ കുറവ് മാത്രമാണ് പരിഹരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പല റീൽസ് കണ്ടിട്ട് മുടി വളർച്ചയ്ക്കും സ്കിൻ ബ്രൈറ്റനിങ്ങും വേണ്ടി സപ്ലിമെന്റ്സ് എടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം ന്യൂട്രിയൻസ് വരികയും അതുവഴി നമുക്ക് ദോഷഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഒരു സപ്ലിമെന്റ് എടുക്കുന്നതിന് മുന്നേ ആവശ്യമായുള്ള ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഒരു ഡോക്ടർ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രം സപ്ലിമെന്റ്സ് എടുത്തു തുടങ്ങുക.